ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പലതരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഏവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്നാക്കാണ്. അത് സാധാരണ നമ്മുടെ പോപ്കോണിനെ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കൊടുത്ത് അടിപൊളി സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കട്ടെ, നമുക്ക് അതിലേക്ക് കിടക്കാം. അതിനും ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ റൈറ്റ് നൗ. ആദ്യം തന്നെ നമുക്ക് ഒരല്പം ബട്ടർ എടുക്കാം. ഒന്നെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ്, ഇനി അതും ഇല്ലെങ്കിൽ നമുക്ക് ഓയിലൂടെ എടുക്കാം. ഇതിലേത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഒരല്പം ബട്ടർ എടുത്ത ശേഷം നമുക്കിത് ശരിക്കും മെൽറ്റ് ചെയ്യാം. ബട്ടർ ശരിക്കും മെൽറ്റായി വരുന്നുണ്ട്. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്ന പോപ്കോണിൻ്റെ ഇതുപോലുള്ള സീഡ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഏത് സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന സാധനമാണ് പോപ്കോൺ ഇതുപോലെ. അപ്പോൾ നമുക്ക് ഒരല്പം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളമാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. ഞാനിവിടെ അല്പമാണ് ഉണ്ടാക്കുന്നത്, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത്രത്തോളം പോപ്കോൺ ഇട്ടേക്കുന്നു. അതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കാം, ഇതുപോലെ ഇളക്കാം. ഇനി നമുക്കിത് ശരിക്കും മൂടി വെക്കാം. ഏകദേശം ഒരു മീഡിയം ഹീറ്റ് വെച്ച് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ പോപ്കോൺ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത് മൊത്തം പൊട്ടി ഇതുപോലെ പോപ്കോൺ ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് മറ്റു ബൗളിലേക്ക് മാറ്റുന്നു. ഇത് ഞാൻ ഇവിടെ സാധാരണ നമ്മുടെ ഒരു ഐസ്ക്രീം എടുക്കണം. ഇത് നമ്മളതിന് ഫ്ലേവറിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഏത് ഫ്ലേവറുള്ള ഐസ്ക്രീം ആണെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. ഇതിവിടെ ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്ലേവർ ഏതാണോ അതനുസരിച്ച്, അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ ഏതാണോ അതനുസരിച്ചിരിക്കും നമ്മുടെ പോപ്കോണിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് ചോക്ലേറ്റ് ഐസ്ക്രീം ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ശരിക്കും ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മറിച്ചിടാം. കംപ്ലീറ്റ് ഒരു ഐസ്ക്രീം നമുക്ക് മെൽറ്റാക്കണം. ഞാൻ ഐസ്ക്രീമിൻ്റെ എല്ലാ ഫ്ലേവറും അതിനെടുക്കുന്നത് ഈ സ്റ്റിക്ക് ഞാൻ മാറ്റുകയാണ്. എന്നിട്ട് ഇത് ശരിക്കും മെൽറ്റാക്കാം. ശരിക്കും മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെൽറ്റാക്കിയിരിക്കുന്ന ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ നമ്മുടെ ഈ ഒരു പോപ്കോണിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഐസ്ക്രീമിൻ്റെ എല്ലാ ഫ്ലേവറും ഇതിലേക്ക് വരും. ശരിക്ക് മിക്സ് ചെയ്യുക. നമ്മുടെ ഈ പോപ്കോണിൻ്റെ എല്ലാ പോർഷനിലും നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ അല്ലെങ്കിൽ ഏത് ഫ്ലേവറാണോ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എല്ലാ ടേസ്റ്റും നമ്മുടെ ഈ പോപ്കോണിലേക്ക് വരണം. അപ്പോൾ അതനുസരിച്ച് ശരിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 5 മിനിറ്റ് നമ്മൾ ഇളക്കി കഴിഞ്ഞ ശേഷം ഈ മെൽറ്റായിരിക്കുന്ന ഈ ചോക്ലേറ്റ് ശരിക്കും ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് ഈ ഒരു പോപ്കോണിലേക്ക് ശരിക്ക് അബ്സോർബായി നല്ല ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഇപ്പത്തിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കളറല്ല. കാരണം നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ ആ ഫ്ലേവർ എല്ലാം ഈ ഒരു പോപ്കോണിൽ വന്നുകൊണ്ട് നല്ല സൂപ്പർ കളറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല സൂപ്പർ ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പിയാണ്. അതോടൊപ്പം തന്നെ സാധാരണ പോപ്കോണേക്കാളും നമ്മൾ ഇതിനകത്ത് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഇട്ടേക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവറുടെ എക്സ്ട്രാ ഒന്നുണ്ടാവും. അതാണ് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഫ്ലേവർ ആവശ്യമുണ്ടോ
ആ തരത്തിലുള്ള ഐസ്ക്രീം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ആ ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ ഏതാണോ ആ ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ പോപ്കോണിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും വീട്ടിലുണ്ടാകാവുന്ന കിഡിലിനായിട്ടുള്ള ഒരു സ്നാക്സാണിത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇതിലും മനോഹരമായ ഇതിലും പൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്.